ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? തമ്മിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു വാൾ ഡെക്കറേറ്റാണ് വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡാണ്. അതിലേക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കാർഡ്ബോർഡ് കഷ്ണം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഫെവിക്കോൾ വെച്ചോ അതോ ഫെവി ബോണ്ട് വെച്ചോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചോ ഒട്ടിക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുക, നമുക്ക് ഒട്ടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഷ്ടിക കഷ്ണമെല്ലാം ഉണ്ടാകുന്നില്ലേ, ഇഷ്ടിക പോലെ അതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് വെട്ടിയിട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നും നോക്കണ്ട, ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതൊക്കെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കാണാം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഉണക്കാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ഫെവിക്കോളും വാട്ടറും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഫെവിക്കോളും വാട്ടറും എത്ര മിക്സ് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ച് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഫെവിക്കോൾ വെച്ച് നല്ലപോലെ കവറാക്കി കൊടുക്കുക. ഇങ്ങനെ ടച്ചാക്കി കൊടുക്കുക. ഈ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് പറയാനും മനസ്സിലാക്കാനും നമുക്ക് അറിയുന്നില്ല, എന്നാലും കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ നല്ലപോലെ കവറാക്കി കൊടുക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒരു ഹോൾസ് പോലെല്ലാം വരും. അതൊന്നും പ്രശ്നമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടില്ല, അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, നമുക്ക് ഏടെ വരെത്തും നോക്കാമല്ലോ. അപ്പോൾ അതുപോലെ നല്ലത് വേണം കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ല, ഇടയ്ക്കിടയ്ക്ക് ആ ടിഷ്യൂ പേപ്പറെല്ലാം കീറിയിട്ട് ഹോൾസ് അതുപോലെ കാണുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലെയാണ് പ്രശ്നമില്ല. എന്നിട്ട് നല്ലപോലെ ഉണക്കാൻ വെക്കാം. ഉണങ്ങി കഴിഞ്ഞ ശേഷം ബ്ലാക്ക് കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആക്രിലിക്കാണ്. അത് നല്ലപോലെ ഫുൾ അടിച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ട് ആ ഹോൾസിൻ്റെ ഇടയിലും കാർഡ്ബോർഡിൻ്റെ കളറൊന്നും കാണാൻ പാടില്ല. അതുപോലെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഉണക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കവർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി കാർഡ്ബോർഡ് റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കുക. ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ പിസ്താഷ്യൽ അറ്റത്തുനിന്ന് ഉള്ളിലോട്ടാണ് ഞാൻ ഒടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ്. അതിലേക്ക് ഉള്ളിലോട്ട് ആക്കിയിട്ട് ഒടിച്ചു കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഇപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പേൾ പിങ്കാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളോ തോന്നിയിന്. കാരണം ബ്രഷിൽ അതിൻ്റെ ഉള്ളിലേക്ക് എത്തണോ അങ്ങനെ കുറേ ഒന്നുമല്ല, കുറച്ചൊരു പണിയുണ്ട പോലെ തോന്നുന്നു. ഇപ്പോൾ സ്പ്രേ പെയിൻ്റെങ്കിൽ വേഗമാവും, ഇത്ര ഒന്നും പണിയുണ്ടായില്ല. പക്ഷേ ടി വി വെക്കുമ്പോൾ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പോൾ നമുക്കിത് ഫുള്ള് അടിച്ചു കൊടുക്കാം. നല്ല രസമില്ലേ ഈ കളർ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ കളർ ചൂസാക്കി. എനിക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് അതുപോലെ അത് അടിച്ചു കൊടുക്കാം. നമുക്ക് ഫുള്ളാക്കി കാണാം. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഫ്ലവറും 3 കുഞ്ഞുമുട്ടുമാണ്. ഫ്ലവർ കുറച്ച് വലുത്, പിന്നെ കുറച്ചൊരു വലുത്, പിന്നെ നമ്മൾ പൂവലിടാനകത്ത് ഭാഗമില്ല അതുപോലെ. പിന്നെ മുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 പിസ്താഷ്യൽ ഒട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒട്ടിക്കുക. അതുപോലെ 3 ലെയറായിട്ടാണ് ഒട്ടിക്കുന്നത്. അതുപോലെ ചെയ്താൽ നമുക്കൊരു കുഞ്ഞു മുട്ട് കിട്ടും. അപ്പോഴേക്കും നമ്മളെ ബ്ലാക്ക് കളർ കൊടുത്തതിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് എടുത്ത് നമ്മൾ ഇഷ്ടികേൻ്റെ ഇട കാണുമല്ലോ, നേരത്തെ ആക്കി വെച്ച് ചെറിയ കുഞ്ഞിട, അതിലേക്കെല്ലാം വൈറ്റ്
അടിച്ചു കൊടുക്കാം. വൈറ്റ് ലൈന് പോലെ വരച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെ ഇടയിലും കൊടുക്കണം. നേരെ വരയിൽ അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം, അതിനുള്ളിലേക്ക് മാത്രമായിട്ട്. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഉണക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ ബോർഡറായിട്ട് എടുക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റില്ലേ, അത് 4 പീസാക്കിയിട്ട് എടുക്കുക. ഒരു സെൻറ്റിമീറ്റർ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 4 മൂലയ്ക്കും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രെയിമായി കിട്ടും. ഇതുപോലെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് കോപ്പറാണ്. കോപ്പർ കളർ നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോൾ വെച്ച് നോക്കണം, എങ്ങനെ വെച്ചാലാണ് ഭംഗി കിട്ടാന്ന്. അതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഇങ്ങനെയാണെന്ന് ഒരു പ്ലാനിങ് ഇല്ലാതെ വെച്ചാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഫുള്ള് കുളമായിട്ട് പോകണം. നമ്മൾ വരച്ചതാണായാലും എന്തായാലും ഒരു കുളമാവും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം ഒടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടി എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഫെവിക്കോളും വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കില്ല കയ്യിൽ, അതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ലീഫ് കളർ കൊടുക്കാം. ലീഫ് ഗ്രീനാണ് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫസ്റ്റ് വെച്ച് കൊടുത്തില്ല. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. വെച്ച് നോക്കി എങ്ങനെയൊക്കെയാണ് വെച്ചാലാണ് നല്ല ഭംഗിയായിട്ട് കിട്ടാൻ. അത് വെച്ച് നോക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇലക്ക് വേണ്ടിയിട്ട് പിസ്താഷെൽ തന്നെ ലീഫ് ഗ്രീന് കൊടുത്ത് ഉണക്കാൻ വെച്ചത് ഞാൻ ഒട്ടിച്ച് കൊടുക്കാണ്. എവിടെയൊക്കെയോ ലീഫ് വേണ്ട അവിടെയെല്ലാം നമുക്ക് ഷെൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ടച്ചിങ് കുറവുണ്ടോ എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ നേരെ എന്താക്കി പേൾ ഗ്രീൻ എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് ലീഫിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ലീഫിൻ്റെയും ഒന്നിൻ്റെ മാത്രമല്ല എല്ലാത്തിലും കാണാൻ കൊടുക്കാം. അപ്പോൾ 2 ഷെയ്ഡായിട്ട് വരും ലീഫ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നല്ല പാങ്ങായിട്ട് കിട്ടി. അപ്പോൾ അതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ടൈപ്പിൽ യൂസ് ആക്കാം കേട്ടോ. ഒന്ന് നമുക്ക് തലക്കീഴായിട്ട് യൂസ് ആക്കാം. അപ്പോൾ ഒരു മരച്ചിലൊക്കെ വള്ളിയെല്ലാം നിന്നിട്ട് പൂവെല്ലാം ഉണ്ടാവില്ല, അതുപോലെ ഉണ്ടാവും. മറ്റൊന്ന് ഇതുപോലെ കിട്ടും. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. വള്ളി നേലിന്നിട്ട് ഉണ്ടാക്കുക. പിന്നൊരു ടൈപ്പ് വെച്ചാൽ നമ്മൾ സാധാരണ ഫ്ലവർ മേലോട്ടായിട്ട് നിൽക്കുന്ന അതുപോലെ ആക്കി കൊടുക്കാം. 2 ടൈപ്പിൽ നമുക്കിത് യൂസ് ആക്കാം. ഇതുപോലെ യൂസ് ആക്കാം. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾക്ക് യൂസ് ആക്കേണ്ട, അതുപോലെ ഉപയോഗിക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.